ജന്തുശാസ്ത്രം. പരിണാമം. ഇത് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിന്റെ കർത്താവാണ് ചാൾസ് ഡാർവിൻ. പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിനാണ്. ലാമാർക്കാണ് സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഡ്രീഡീസ് ആണ്. ജീവികളിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും പാരമ്പര്യമായി പ്രേക്ഷണം ചെയ്യാവുന്നതുമായ മാറ്റങ്ങളെ ഉൽപരിവർത്തനം എന്ന് പറയുന്നു. ഷഡ്പദങ്ങൾ. ചിറകില്ലാത്ത ഒരു ഷഡ്പദമാണ് മൂട്ട. ചിത്രശലഭത്തിന്റെ സമാധി ദശയാണ് പ്യൂപ്പ. ചിത്രശലഭത്തിന്റെ കുഞ്ഞുങ്ങളാണ് കാറ്റർപില്ലർ. പാറ്റയുടെ രക്തത്തിന് നിറമില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പദം കടന്നൽ. മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ പ്രകാശം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന രാസവസ്തുവാണ് ലൂസിഫറിൻ. സിൽവർ മത്സ്യം ഒരു ചിറകില്ലാത്ത ഷഡ്പദമാണ്. പക്ഷികൾ. ഉഷ്ണരക്തമുള്ള ജീവികളാണ് പക്ഷികൾ. ഏറ്റവും ബുദ്ധിയുള്ള പക്ഷിയാണ് നീല ടിറ്റ്. വിഡ്ഢിയായ പക്ഷിയാണ് ടർക്കി. ഏറ്റവും വേഗതയുള്ള പക്ഷിയാണ് ഫാൽക്കൺ. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് പക്ഷി. ഒരു ഷഡ്പദത്തിനേക്കാളും ഭാരം കുറവുള്ള പക്ഷിയാണ് ഹമ്മിങ് പക്ഷി. പാദങ്ങളുടെ മുകളിൽ മുട്ടകൾ സൂക്ഷിക്കുന്ന പക്ഷി പെൻഗ്വിൻ. ഉരകങ്ങളും ഉഭയജീവികളും. ശീതരക്തമുള്ള ജീവികളാണ് ഉരകങ്ങളും ഉഭയജീവികളും. പ്രസവിക്കുന്ന പാമ്പ് അണലി. ത്രികോണാകൃതിയിൽ തലയുള്ള പാമ്പാണ് അണലി. പറക്കുന്ന ഓന്തിന് പറയുന്ന പേര് ഫ്ലൈയിങ് ഡ്രാഗൺ. പാമ്പ് വിഷത്തിനെതിരായി ഉപയോഗിക്കുന്ന പ്രത്യൗഷധമാണ് ആന്റിവെനം. ഏറ്റവും ചെറിയ ഉരകം ചെറിയ ജെക്കോ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെയാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഉഭയജീവികളുടെ ശ്വസനാവയവം ത്വക്ക്. തവള, പല്ലി, മരയോന്ത് എന്നിവ അവയുടെ പശയുള്ള നാക്ക് ഉപയോഗിച്ചാണ് ഇര പിടിക്കുന്നത്. സസ്തനങ്ങൾ. സസ്തനികൾ ഉഷ്ണരക്തമുള്ള ജീവികളാണ്. ഏറ്റവും വലിയ സസ്തനി നീലത്തിമിംഗലമാണ്. ഏറ്റവും ചെറിയ സസ്തനി പിഗ്മി നച്ചിലിയാണ്. മുട്ടയിടുന്ന സസ്തനങ്ങളാണ് എക്കിഡ്നയും പ്ലാറ്റിപ്പസും. ജലം കുടിക്കാതെ വളരുന്ന ഒരു ജന്തുവാണ് കങ്കാരു എലി. പല്ലില്ലാത്ത ഒരു സസ്തനിയാണ് പാൻഗോലി. മനുഷ്യനുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു സസ്തനി ചിമ്പൻസി. മുതുകിൽ 2 മുഴകളുള്ള ഒട്ടകമാണ് ബാക്ട്രിയൻ ഒട്ടകം. മത്സ്യം. ഏറ്റവും വലിയ മത്സ്യം തിമിംഗല സ്രാവ്. മനുഷ്യനെ ഭക്ഷിക്കുന്ന മത്സ്യം പിരാന. ശരീരത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മത്സ്യം ഈൽ. കടൽ കുതിര എന്നറിയപ്പെടുന്ന മത്സ്യം ഹിപ്പോകാമ്പസ്. മത്സ്യങ്ങളുടെ ഹൃദയത്തിന് 2 അറകളാണുള്ളത്. എന്നാൽ കട്ടിൽ ഫിഷിന് 3 അറകളുണ്ട്. സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ്, കട്ടിൽ ഫിഷ് ഇവയൊന്നും യഥാർത്ഥ മത്സ്യങ്ങളല്ല. മനുഷ്യശരീരം. മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിപ്പമുള്ള കോശം അണ്ഡകോശം. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കാൽസ്യം. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ കോശമാണ് പുരുഷ ബീജകോശം. നാഡീവ്യവസ്ഥയും മസ്തിഷ്കവും. മനുഷ്യന്റെ നാഡീവ്യൂഹത്തെ പ്രധാനമായും കേന്ദ്ര നാഡീവ്യവസ്ഥ, പരിധീയ നാഡീവ്യവസ്ഥ, സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്നിങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നു. മനുഷ്യരിലെ നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് ന്യൂറോണുകൾ. ഒരു ന്യൂറോണിന്റെ ഭാഗങ്ങളാണ് കോശശരീരം, ആക്സോൺ, ഡെൻഡ്രോൺ എന്നിവ. ആക്സോണുകളെ പൊതിഞ്ഞു കാണുന്ന സ്നേഹദ്രവ്യ നിർമ്മിതമായ ആവരണമാണ് മയലിൻ ഉറ. വാഗസ് നാഡി എന്ന 10ാം ശിരോനാഡി ഒരു സമ്മിശ്ര നാഡിക്ക് ഉദാഹരണമാണ്. 2 ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്ന ഭാഗത്തെ സിനാപ്സ് എന്ന് പറയുന്നു. സിനാപ്സിലേക്ക് സ്രവിക്കപ്പെടുന്ന ദ്രാവകമാണ് അസറ്റൈൽ കൊളീൻ. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാന ഭാഗമായ മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന 3 പാളിയുള്ള സ്ഥലമാണ് മെനിഞ്ചസ്. കപാലം എന്ന അസ്ഥിപേടകത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള മസ്തിഷ്കത്തിന് സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ എന്നീ 3 ഭാഗങ്ങളുണ്ട്. പ്രായപൂർത്തിയായ ഒരാളുടെ മസ്തിഷ്കത്തിന് 1.4 കിലോഗ്രാം ഭാരമുണ്ട്. മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിപ്പമുള്ള ഭാഗമാണ് സെറിബ്രം. സുബോധം, ഓർമ്മ, ബുദ്ധിശക്തി, ഭാവന, ചിന്ത, വിവേചനം തുടങ്ങിയ എല്ലാ മാനസിക വ്യാപാരങ്ങളുടെയും കേന്ദ്രസ്ഥാനം സെറിബ്രമാണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി,
സുഖാനുഭൂതി, ഊഷ്മനില പാലനം തുടങ്ങിയവ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ കേന്ദ്രമാണ് ഹൈപ്പോതലാമസ്. മാംസപേശികളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതും ശരീരത്തിന്റെ തുലനനില പാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും സെറിബെല്ലമാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. മനുഷ്യരിലെ ശിരോനാഡികളുടെ എണ്ണം 24 ആണ്. ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി ഇല്ലാതാവുകയോ പ്രതികരണശേഷി നഷ്ടപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് തളർവാദം. പക്ഷാഘാതത്തിനുള്ള കാരണങ്ങളാണ് സെറിബ്രൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും. മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന പ്രധാന ധമനികളിൽ ഏതെങ്കിലും ഒന്നിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം അതിലൂടെയുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നു. ഈ അവസ്ഥയെ സെറിബ്രൽ ത്രോംബോസിസ് എന്ന് പറയുന്നു. മസ്തിഷ്കത്തിലുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതിന്റെ ഫലമായുണ്ടാകുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ്. മൂർഖം പാമ്പിന്റെ വിഷം കേന്ദ്ര നാഡീവ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്നു. ജ്ഞാനേന്ദ്രിയങ്ങൾ ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസൈം കണ്ണിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് കൺപോളകൾ. വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണുന്നതിനും മങ്ങിയ വെളിച്ചത്തിൽ കാണുന്നതിനും സഹായിക്കുന്ന ദൃഷ്ടിപടലത്തിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ. നിറങ്ങൾ കാണുന്നതിനും തീവ്രപ്രകാശത്തിൽ കാണുന്നതിനും സഹായിക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ. കാഴ്ചശക്തി ഏറ്റവും കൂടുതലുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദു എന്നും കാഴ്ചശക്തി തീരെയില്ലാത്ത ഭാഗം അന്ധബിന്ദു എന്നും അറിയപ്പെടുന്നു. അകലെയുള്ള വസ്തുക്കളെ മാത്രം വ്യക്തമായി കാണാൻ കഴിയുന്ന കണ്ണിന്റെ ന്യൂനതയാണ് ദീർഘദൃഷ്ടി. കോൺവെക്സ് അഥവാ ഉത്തര ലെൻസുകൾ ഉപയോഗിച്ച് ദീർഘദൃഷ്ടി പരിഹരിക്കാം. ഷോർട്ട് സൈറ്റ് അഥവാ മയോപ്പിയ പരിഹരിക്കാൻ അവതല ലെൻസുകൾ ഉപയോഗിക്കാം. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് സിലിണ്ടറിക്കൽ ലെൻസ്. വാർദ്ധക്യകാലത്ത് ബാധിക്കുന്ന ഒരു നേത്രരോഗമാണ് തിമിരം. കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. ജീവകം എയുടെ അഭാവം കൊണ്ട് ഇതുണ്ടാവുന്നു. മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസ്റ്റി എന്നറിയപ്പെടുന്നത്. ഇതിൽ സ്ഫടികദ്രവം, കോർണിയ, ദൃഷ്ടിപടലം എന്നീ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. കണ്ണിനകത്ത് അസാധാരണ മർദ്ദമുളവാകുന്ന വൈകല്യം ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നു. മധ്യകർണത്തിലെ 3 അസ്ഥികൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് എന്നിവയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. അന്തസ്രാവി ഗ്രന്ഥികളും ഹോർമോണുകളും. അന്തസ്രാവി ഗ്രന്ഥികൾ നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നു. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് തൈറോക്സിൻ. അയഡിന്റെ അഭാവത്തിൽ തൈറോയിഡ് ഗ്രന്ഥി വീർത്ത് വലുതാവുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ. കുട്ടികളിൽ തൈറോക്സിന്റെ അഭാവം ക്രിട്ടിനിസത്തിനും മുതിർന്നവരിൽ മിക്സഡിമയ്ക്കും കാരണമാകുന്നു. തൈറോക്സിന്റെ ഉൽപ്പാദനം അമിതമായാലുണ്ടാകുന്ന രോഗം എക്സോഫ്താൽമിക് ഗോയിറ്റർ അഥവാ ഗ്രേവ്സ് രോഗം എന്നറിയപ്പെടുന്നു. പാരാതെർമോണിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പേശി പ്രവർത്തനങ്ങളെ മാരകമായി ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി. ത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പേശികളിലും കരളിലും സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഇൻസുലിന്റെ അഭാവം മൂലം രക്തത്തിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന അവസ്ഥയാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്. ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പഡസ്. വൃക്കയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് അതിവൃക്കാഗ്രന്ഥി. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. ശൈശവദശയിൽ വളർച്ചാ ഹോർമോണിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വാമനത്വം. ശൈശവഘട്ടത്തിൽ വളർച്ചാ ഹോർമോണിന്റെ അമിതോൽപാദനം ഭീമാകാരത്വത്തിന് കാരണമാകുന്നു. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ ശേഷം വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കൂടിയാലുണ്ടാകുന്ന രോഗമാണ് അക്രോമെഗലി. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് മെലാറ്റോണിൻ, സെറോട്ടോണിൻ. വൃഷണങ്ങൾ ആൻഡ്രജൻ എന്ന പുരുഷലൈംഗിക ഹോർമോണുകളും അണ്ടാശയം ഈസ്ട്രജൻ എന്ന സ്ത്രീലൈംഗിക ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. കരൾ സ്രവിപ്പിക്കുന്ന ദഹനരസമായ പിത്തരസം പിത്താശയത്തിലാണ് സംഭരിക്കുന്നത്. യൂറിയ നിർമ്മാണം നടക്കുന്നത് കരളിൽ വെച്ചാണ്.
പിത്തരസത്തിലെ വർണ്ണവസ്തുവാണ് ബിലിറൂബിൻ. കരളിലെ കോശങ്ങൾ തുടർച്ചയായി ജീർണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സിറോസിസ്. കരളിലുണ്ടാവുന്ന ഒരു വിഷവസ്തുവാണ് അമോണിയ. പ്രായപൂർത്തിയായവരിൽ കാണുന്ന സിറോസിസിനു കാരണം അമിതമായ മദ്യപാനമാണ്. വൃക്കകളെപ്പറ്റി അമരവൃത്തിന്റെ ആകൃതിയിൽ ഇരുണ്ട ചുവപ്പ് നിറത്തോടുകൂടിയ ഒരു ജോഡി വിസർജനാവയവങ്ങളാണ് വൃക്കകൾ. വൃക്കകളുടെ പ്രവർത്തന ഘടകങ്ങളാണ് നെഫ്രോണുകൾ. മണ്ണിരയിലെ വിസർജനാവയവമാണ് നെഫ്രീഡിയ. ഷഡ്പദങ്ങളിലെ വിസർജനാവയവമാണ് മാൽപീജിയൻ നാളികൾ. സങ്കോചഫേനങ്ങളാണ് അമീബയിലെ വിസർജനാവയവങ്ങൾ. വൃക്കാനാളികളിലെ ജലത്തിന്റെ പുനരാഗീകരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ADH. വൃക്കകളിലുണ്ടാകുന്ന കല്ലിന്റെ അനക്കം മൂലം മൂത്രപഥത്തിലുണ്ടാകുന്ന വേദനയാണ് റീനൽ കോലിക്. വൃക്കകളുടെ പ്രവൃത്തിക്ഷയം മൂത്രത്തിലൂടെ രക്തം വിസർജിക്കാനിടയാക്കുന്നു. വൃക്കകളുടെ പ്രവർത്തനം നിലച്ച് ഗുരുതരാവസ്ഥയിലായ ഒരാളുടെ ജീവൻ നിലനിർത്തുവാൻ നൽകുന്ന രക്ഷാനടപടിയാണ് ഡയാലിസിസ്. വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. ആഹാരവും ആരോഗ്യവും. ശരീരത്തിനാവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിലും ആവശ്യമായ അളവിലും അടങ്ങിയിട്ടുള്ള ആഹാരമാണ് സമീകൃത ആഹാരം. ഉദാഹരണം പാല്, മുട്ട. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയെ ലാക്ടോസ് എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ശരീരത്തിലെ ഊർജ്ജദായക ഘടകങ്ങൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകങ്ങൾ ധാന്യകവും കൊഴുപ്പുമാണ്. 1 ഗ്രാം ധാന്യകത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് 4 കലോറിയാണ്. 1 ഗ്രാം കൊഴുപ്പിൽ നിന്നും 9.3 കലോറി ഊർജ്ജം ലഭിക്കുന്നു. 1 ഗ്രാം മാംസ്യത്തിൽ നിന്നും 4 കലോറി ഊർജ്ജം ലഭിക്കുന്നു. അന്നജത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്ലൂക്കോസ് ആണ്. മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കാഷിയോർക്കർ. ശരീര വളർച്ചയ്ക്കും ശരീരത്തിലെ കേടുപാടുകൾ തീർക്കുന്നതിനും ആവശ്യമായ ഭക്ഷണ ഘടകം പ്രോട്ടീൻ അഥവാ മാംസ്യം. മാംസ്യത്തിന്റെയും മറ്റ് ഊർജ്ജദായക ഭക്ഷ്യവസ്തുക്കളുടെയും അപര്യാപ്തത കൊണ്ട് ശിശുക്കൾക്കുണ്ടാകുന്ന രോഗമാണ് മരാസ്മസ്. രക്തം. ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. രക്തത്തിൽ ഏകദേശം 55% പ്ലാസ്മയാണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവ പ്ലാസ്മയിലെ മാംസ്യങ്ങളാണ്. രക്തത്തിലെ പ്രധാനപ്പെട്ട 3 തരം രക്താണുക്കളാണ് അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ശരീരകോശങ്ങളിൽ ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളാണ് അരുണരക്താണുക്കൾ. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം ഏകദേശം 120 ദിവസമാണ്. രക്തപരിസഞ്ചരണം ആദ്യമായി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം ഹാർവേ. രക്തകോശങ്ങളുടെ നിർമ്മാണം ഹീമോപോയസിസ് എന്ന് അറിയപ്പെടുന്നു. ഉപയോഗമില്ലാത്ത അരുണരക്താണുക്കൾ കരളിലും പ്ലീഹയിലും വെച്ച് നശിപ്പിക്കപ്പെടുന്നു. ശ്വേതരക്താണുക്കൾ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. ശ്വേതരക്താണുക്കളുടെ അമിത ഉൽപാദനം കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ അഥവാ രക്താർബുദം. ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം ഏകദേശം 2 മുതൽ 15 ദിവസം വരെയാണ്. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ലൂക്കോപീനിയ. രക്തത്തിൽ ചുവന്ന രക്താണുക്കളുടെ അപര്യാപ്തത അനീമിയയ്ക്ക് കാരണമാകുന്നു. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ. പ്രധാനപ്പെട്ട രക്തഗ്രൂപ്പുകളാണ് എ, ബി, AB, O. രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ ലാൻസ്റ്റീനർ. മനുഷ്യ രക്തത്തിന്റെ pH 7.5 ആണ്. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗത്തിന് പറയുന്ന പേരാണ് ഹീമോഫീലിയ. രക്തത്തെപ്പറ്റിയുള്ള പഠനമാണ് ഹിമറ്റോളജി. ഏറ്റവും വലിയ ശ്വേതരക്തകോശം മോണോസൈറ്റ്. ഏറ്റവും ചെറിയ ശ്വേതരക്തകോശം ലിംഫോസൈറ്റ്. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ മൂലകം കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ K. അശുദ്ധ രക്തം വഹിക്കുന്ന ധമനിയാണ് ശ്വാസകോശ ധമനി. ശുദ്ധരക്തം വഹിക്കുന്ന സിരയാണ് ശ്വാസകോശ സിര അഥവാ പൾമണറി സിര. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ. ഹൃദയം. ഔരസാശയത്തിൽ 2 ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രധാനമായ ഒരു അവയവമാണ് ഹൃദയം. 2 ഓറിക്കിൾ, 2 വെൻട്രിക്കിൾ എന്നിങ്ങനെ മനുഷ്യഹൃദയത്തിന് 4 അറകളാണുള്ളത്. മനുഷ്യഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരിക്കാർഡിയം. മത്സ്യങ്ങളുടെ ഹൃദയത്തിന് 2 അറകളും ഉഭയജീവികളിൽ 3ഉം ഉരകങ്ങളിൽ പൂർണ്ണമായ വിഭജനമില്ലാത്ത 4 അറകളും പക്ഷികളിലും സസ്തനികളിലും 4 അറകളുമാണുള്ളത്.
പ്രായപൂർത്തിയായ ഒരു പുരുഷന്റെ ഹൃദയത്തിന് ഏകദേശം 340 ഗ്രാം ഭാരവും സ്ത്രീയുടേതിന് 220 ഗ്രാം ഭാരവും ഉണ്ട്. പുരുഷന്മാരിൽ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ 70 മുതൽ 72 പ്രാവശ്യവും സ്ത്രീകളിൽ ഇത് 78 മുതൽ 82 പ്രാവശ്യം വരെയുമാണ്. ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികളാണ് കൊറോണറി ധമനികൾ. ശ്വസനം. ഔരസാശയത്തിൽ ഹൃദയത്തിന് ഇരുവശത്തുമായി ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഓരോ ശ്വാസകോശത്തെയും ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. ശ്വസന പ്രക്രിയയിൽ ഉച്ഛ്വാസം, നിശ്വാസം എന്നീ 2 പ്രവർത്തനങ്ങളാണുള്ളത്. കരിങ്കല്ല്, മണൽ എന്നിവ കൈകാര്യം ചെയ്യുന്നവരെ ബാധിക്കുന്ന ശ്വാസകോശ സംബന്ധിയായ രോഗമാണ് സിലിക്കോസിസ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥമാണ് നിക്കോട്ടിൻ. പാറ്റയുടെ ശ്വസനാവയവമാണ് ശ്വാസനാളി. മത്സ്യത്തിന്റെ ശ്വസനാവയവമാണ് ശകുലങ്ങൾ. എട്ടുകാലിയുടെ ശ്വസനാവയവം ബുക്ലെങ്. ശ്വസനവായുവിൽ 21% ഓക്സിജനുണ്ട്. പോഷണം. ദഹിച്ച ആഹാരം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന പ്രവർത്തനമാണ് പോഷണം. ചുറ്റുപാടിൽ നിന്ന് പദാർത്ഥങ്ങൾ സ്വീകരിക്കുകയും അതുപയോഗിച്ച് ആഹാരം സ്വയം നിർമ്മിക്കുകയും ചെയ്യുന്ന ജീവികളാണ് സ്വപോഷികൾ. ഉദാഹരണം ഹരിതസസ്യങ്ങൾ. ആഹാരത്തിനായി ഹരിതസസ്യങ്ങളെ നേരിട്ടോ അല്ലാതെയോ ആശ്രയിക്കുന്ന ജീവികളാണ് പരപോഷികൾ. സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന പരപോഷികൾ സസ്യഭുക്കുകൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം മാൻ, മുയൽ. അന്യജീവികളുടെ മാംസം ആഹാരമാകുന്ന പരപോഷികളാണ് മാംസഭുക്കുകൾ. ഉദാഹരണം കടുവ, സിംഹം. സസ്യാഹാരവും മാംസാഹാരവും ഉപയോഗിക്കുന്ന പരപോഷികളാണ് മിശ്രഭുക്കുകൾ. ഉദാഹരണം മനുഷ്യൻ. ഭക്ഷിക്കുന്ന ജീവികൾ ഗ്രാംനിവോറസ് എന്നറിയപ്പെടുന്നു.